നമ്മൾ ഓപ്പറേഷൻ വിത്ത് ജോമെട്രിയുടെ നെക്സ്റ്റ് പോർഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ചാപ്റ്റർ 2 അതിലെ ഫസ്റ്റ് പോർഷൻ എല്ലാം പറഞ്ഞാണ്. എല്ലാവരും ഫസ്റ്റ് പോർഷൻസ് ഒക്കെ കാണാം. ഇനി അത് കഴിഞ്ഞ് ഇനി നമുക്ക് എടുക്കാനുള്ളത് എക്സാമ്പിൾ 2 ഓൺവേർഡ്സ് ആണ്. അതിൽ എക്സാമ്പിൾ 2 there is an elevator in a mining shaft that moves below and above the ground. ഇതാണ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിന്റെ മുകളിലേക്കും അത് ട്രാവൽ ചെയ്യും, അതുപോലെ തന്നെ താഴോട്ടേക്കും ട്രാവൽ ചെയ്യും. The elevator position above the ground are represented as positive. ഇലവേറ്ററിന്റെ മുകളിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടും, പൊസിഷൻ ബിലോ ദ ഗ്രൗണ്ടിന്റെ താഴോട്ടേക്കുള്ളതിന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവും ആയിട്ടാണ്. ഇനി ദ ഇലവേറ്റർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ ഇലവേറ്റർ മൂവ്സ് 3 meters per minute. ഒരു മിനിറ്റിൽ എത്ര മീറ്റർ മൂവ് ചെയ്യും? ഒരു മിനിറ്റിൽ 3 meters മൂവ് ചെയ്യും. ഇഫ് ഇറ്റ് ഡിസെൻഡ്സ് ഇൻ ടു ദ ഷാഫ്റ്റ് ഫ്രം ദ ഗ്രൗണ്ട് 0 ലെവൽ, ഗ്രൗണ്ട് ലെവൽ 0 നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് പൊസിഷൻ ആഫ്റ്റർ 1 hour? 1 hour കഴിയുമ്പോൾ എന്തായിരിക്കും അതിന്റെ പൊസിഷൻ? 1 മിനിറ്റിൽ 3 meters ട്രാവൽ ചെയ്യും. അപ്പൊ 1 hour എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? 60 minutes അല്ലേ വന്നെ? 1 hour എന്ന് പറയുന്നത് 60 minutes. അപ്പൊ 1 മിനിറ്റിന് പകരം നമുക്ക് എത്ര കൊടുക്കാം? 60 minutes. രണ്ട് സൈഡിലും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 into 60 ചെയ്യാം. 3 into 60 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 180 meter. പക്ഷെ ഇത് ഗ്രൗണ്ടിന്റെ താഴോട്ടേക്കല്ലേ പോണേ? താഴോട്ടേക്ക് പോകുമ്പോ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? -180 meter. അപ്പൊ എത്ര താഴോട്ടേക്ക് പോരും? 180 meter താഴോട്ടേക്ക് പോരും. അല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് ഉള്ളത്, ഇപ്പോൾ 1 meter എന്ന് പറയുന്നത് 1 minute 3 meters അപ്വേർഡ് ഡയറക്ഷൻ ആണ് വരുന്നത്, പോസിറ്റീവിലാണ് അത് വരുന്നത്. ഇനിയിപ്പം താഴോട്ടേക്ക് വരുമ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 മിനിറ്റിന് -3 meters എഴുതാം. -3 into 60 എന്ന് പറയുമ്പോൾ -180 meter അങ്ങനെ എടുക്കാം. ഇവിടെ രണ്ട് രീതിയിൽ ഇതിന്റെ ആൻസർ പറയുന്നുണ്ട്. ആദ്യത്തേൽ പറയുന്നത് ഇലവേറ്റർ മൂവ്സ് അറ്റ് 3 meters per minute. അത് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ 1 മിനിറ്റിൽ 3 meters ട്രാവൽ ചെയ്യും. അപ്പോൾ 180 meter എന്ന് പറയുമ്പോൾ 1 hour 180 meter ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 നിന്ന് താഴോട്ടേക്ക് പോവുകയാണ്. ഡിസെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ടേക്ക് പോവുകയാണ്. അപ്പൊ 0 - 180 എന്ന് പറയുന്ന ആൻസർ നമുക്ക് എത്ര കിട്ടും? -180 ആണെന്ന് കിട്ടും. അപ്പൊ ഇത് -180 meter പൊസിഷനിൽ അത്രയും താഴോട്ടേക്കായിരിക്കും എത്തണത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത് ഒരു മിനിറ്റില് 3 meter, +3 എന്ന് പറയുമ്പോൾ അത് എങ്ങോട്ടേക്ക് പോവുക? മുകളിലേക്ക് പോവുകയാണ്. താഴോട്ടേക്ക് വരുവാണെങ്കിൽ അതിന് എന്തെടുക്കുക? -3 ആയിട്ട് എടുക്കുക. മൂവിങ് ഡൗൺ ആവുമ്പോൾ -3 ആയിട്ട് എടുക്കുക. അപ്പൊ പെർ മിനിറ്റില് സ്പീഡ് എന്ന് പറയുന്നത് -3 ആണ്. അപ്പൊ 60 മിനിറ്റിൽ 60 into -3 കൊടുക്കുക. 60 into -3 എന്ന് പറയുമ്പോൾ -180. അപ്പോൾ 180 meter ബിലോ ദ ഗ്രൗണ്ട് ആണ്. ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഇറ്റ് ബിഗിൻസ് ടു ഡിസെൻഡ് ഫ്രം 50 meter അബവ് ദ ഗ്രൗണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 50 meter അബവ് ദ ഗ്രൗണ്ടിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ഹിസ് പൊസിഷൻ ആഫ്റ്റർ 45 minutes? 45 minutes കഴിയുമ്പോൾ അതിന്റെ പൊസിഷൻ എത്രയായിരിക്കും? അപ്പൊ 1 മിനിറ്റില് 3 meter. അപ്പൊ 45 minutes എത്രയായിരിക്കും വരുന്നത്? 3 into 45 ആയിരിക്കും വരുന്നത്. 3 into 45 എന്ന് പറയുമ്പോൾ 135 meter ആണ് വരുന്നത്. ഇത് താഴോട്ടേക്കല്ലേ പോണേ? താഴോട്ടേക്ക് ആവുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഇത് -3 എന്ന് കൊടുക്കാം. അപ്പൊ ഇതിന് എന്തെന്ന് കിട്ടും? -135 എന്ന് കിട്ടും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? 15 meterൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 15 - 135 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 135ൽ നിന്ന് 50 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 120 കിട്ടും. 120ല് 15 ആണോ 135 ആണോ വലിയതെന്ന് നോക്കുക. 135 ആണ് വലിയത്. 135ന്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 meter ആയിരിക്കും. ഇത് ഇവര് രണ്ട് രീതിയിലും ഇത് പറയുന്നുണ്ട്. ഇത് 3 meter താഴോട്ടേക്ക് പോകുന്നതുകൊണ്ട് 45 into -3 ചെയ്യുക. അപ്പൊ -135. 50 - 135 എന്ന് പറയുമ്പോൾ -120. അപ്പൊ ഇലവേറ്റർ വിൽ ബി 120 meter ബിലോ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് 120 meter താഴെയായിരിക്കും അത് വരുന്നത്. അടുത്തത് ഒരു മാജിക് ഗ്രിഡിന്റെ കാര്യമാണ് പറയുന്നത്. എ മാജിക് ഗ്രിഡ് ഓഫ് ഇന്റീജേഴ്സ്. എ ഗ്രിഡ് കണ്ടെയ്നിങ് സം നമ്പേഴ്സ് ഈസ് ഗിവൺ ബിലോ. ഇതിന്റെ അകത്ത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഫോളോ ദ സ്റ്റെപ്സ് ഷോൺ അൺടിൽ നോ നമ്പർ ലെഫ്റ്റ്. അവസാനം ഒരു നമ്പർ വരാത്ത രീതിയിൽ നമ്പേഴ്സ് എല്ലാം തീരുമ്പോൾ ഈ പ്രോസസ്സ് നിർത്തുക.
ആദ്യം അതിനാ പറഞ്ഞേക്കണേ സർക്കിൾ എനി നമ്പർ. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്പർ സർക്കിൾ ചെയ്തു. ഞാൻ 14 സർക്കിൾ ചെയ്തു. സ്ട്രൈക്ക് ഔട്ട് ദ റോ ആൻഡ് ദ കോളം കണ്ടെയ്നിങ് ദാറ്റ് നമ്പർ. ആ നമ്പർ വരുന്ന കോളവും റോയും കട്ട് ചെയ്യുക. അപ്പൊ ഈ കോളം കട്ട് ചെയ്തു, അതുപോലെ തന്നെ ഈ റോയും കട്ട് ചെയ്തു. ഇനി ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും നമ്പർ എടുക്കാം. സർക്കിൾ എനി അൺസ്ട്രക്ക് നമ്പർ. ഇനി ഇത് കട്ട് ചെയ്യാത്ത ഏതെങ്കിലും നമ്പർ എടുക്കാം. അപ്പൊ ഞാൻ 18 എടുത്തു. 18 എടുത്ത് കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യാം? ആ റോയും ആ കോളവും കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള അടുത്ത നമ്പർ എടുക്കാം. സ്ട്രൈക്ക് ഔട്ട് ചെയ്യാത്ത നെക്സ്റ്റ് നമ്പർ എടുക്കാം. അപ്പൊ ഞാൻ -6 എടുത്തു. ഇനി ആ റോയും ആ കോളവും കട്ട് ചെയ്യാം. പിന്നെ ഇനി കട്ട് ചെയ്യാത്തത് ഏതാ ഉള്ളത്? 20 മാത്രമേ ഉള്ളൂ. അപ്പൊ 20യും ഞാൻ എടുത്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ആ റോയും ആ കോളവും കട്ട് ചെയ്യാം. വെൻ ദർ ആർ നോ മോർ അൺസ്ട്രക്ക് നമ്പർ സ്റ്റോപ്പ്. ഇവിടെ വെച്ച് നിർത്തുക, കാരണം ഇനി സ്ട്രൈക്ക് ചെയ്യാത്ത ഒറ്റ നമ്പറും ഇല്ല. മൾട്ടിപ്ലൈ ദ സർക്കിൾഡ് നമ്പേഴ്സ്. ഇനി എന്ത് ചെയ്യുക? ഈ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ എത്രയാന്ന് നോക്കുക. ഇതിൽ ഒരു നെഗറ്റീവ് നമ്പറേ ഉള്ളൂ. അപ്പൊ ആൻസർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും വരാൻ. ഇനി 14 × 18 ചെയ്യുക. 14 × 18 252 ആണ്. 252 × 6 ചെയ്യുമ്പോൾ 1512 കിട്ടും. അത് × 20 ചെയ്യുമ്പോൾ 30,240 ആണ് കിട്ടും. അപ്പൊ ആൻസർ എത്രയാണ്? -30,240. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഒരു 14 എടുത്തു, പിന്നെ അവര് 18 എടുത്തു, പിന്നെ 20 എടുത്തു, -6. ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഞാൻ ഇവരെടുത്ത രീതിയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ട്രൈ അഗെയിൻ ആൻഡ് ചൂസ് ഡിഫറെന്റ് നമ്പേഴ്സ് ദിസ് ടൈം. ഇതിന് പകരം വേറെ ഏതെങ്കിലും നമ്പർ നോക്കാം. വാട്ട് ദ പ്രോഡക്റ്റ് ഡിഡ് യു ഗെറ്റ്? എന്നിട്ട് ഇതിന്റെ പ്രോഡക്റ്റ് നോക്കാം. വാസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ദ ഫസ്റ്റ് ടൈം? ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമാണോ എന്ന് നോക്കുക. ട്രൈ എ ഫ്യൂ മോർ ടൈംസ് വിത്ത് ഡിഫറെന്റ് നമ്പേഴ്സ്. പല നമ്പേഴ്സ് വെച്ച് ഇത് ട്രൈ ചെയ്ത് നോക്കുക. സെയിം ഗെയിം വിത്ത് ദ ഗ്രിഡ് ബിലോ. ഈ ഇത് വെച്ച് തന്നെ നോക്കുക. എന്നിട്ട് ആൻസർ തന്നെ കിട്ടണമെന്ന് നോക്കുക. ഈ ഗ്രിഡിന് വല്ല പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കുക. ഇതിന്റെ അകത്ത് എന്തെങ്കിലും മാജിക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാൻ യു മേക്ക് മോർ സച്ച് ഗ്രിഡ്, ഇങ്ങനത്തെ ഗ്രിഡ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇവിടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 8 ഞാൻ സർക്കിൾ ചെയ്തു. അപ്പോൾ ഇതും അതിന്റെ റോയും അതിന്റെ കോളവും ഞാൻ വെട്ടിക്കളഞ്ഞു. 8 എന്ന് എഴുതി. ഇനി ഞാൻ -6 സർക്കിൾ ചെയ്തു. ഇതിന്റെ കോളവും ഇതിന്റെ റോയും വെട്ടിക്കളഞ്ഞു. പിന്നെ ഞാൻ -42 സർക്കിൾ ചെയ്തു. -42 സർക്കിൾ ചെയ്തപ്പോൾ ഈ റോയും ഈ കോളവും ഈ റോയും വെട്ടി. പിന്നെ ഇനി വരുന്നത് -15 ആണ്. -15 എടുത്തു. അതുപോലെ തന്നെ ഈ കോളവും ഈ റോയും വെട്ടിക്കളഞ്ഞു. ഇനി ഞാൻ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 3 നെഗറ്റീവ് ഉണ്ട്. അപ്പൊ 3 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസറും നെഗറ്റീവ് തന്നെയായിരിക്കും വരുന്നത്. ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം 8 × 6 48 കിട്ടും. 48 × 42 ചെയ്യുമ്പോൾ 2016 കിട്ടും. 2016 × 50 ചെയ്യുമ്പോൾ 30,240 കിട്ടും. -30,240. ഇത് തന്നെയാണ് ഇവിടെ എനിക്ക് കിട്ടിയത്, -30,240. അതുകൊണ്ടാണ് ഇതിനെ മാജിക് ഗ്രിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ഏത് 4 നമ്പർ എടുത്താലും അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? ഇതേ കിട്ടുള്ളൂ. പക്ഷെ ഇതിനൊരു പ്രോസസ് ഉണ്ട്. ചുമ്മാ നമുക്ക് തോന്നിയ നമ്പർ എടുക്കാൻ പറ്റില്ല. എടുക്കുന്ന നമ്പറിന്റെ റോയും കോളവും കട്ടൗട്ട് ചെയ്ത് പോകണം. എന്നാലേ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ഇനി അടുത്തത് ഡിവിഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. നമുക്കിപ്പോൾ 100 / 25 എത്രയാണെന്ന് അറിയാലോ? 4 ആണെന്ന് അറിയാം. ഇനി ഇതിന് -100/25 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്താലോ? 25ന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 100 കിട്ടണത്, -100 കിട്ടണത്? ഇപ്പൊ 25ന്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. പക്ഷെ ഇവിടെ നെഗറ്റീവ് ആണ് കിട്ടണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? -4 ആണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ 25 × -4 എന്ന് പറയുമ്പോൾ -100 കിട്ടും. പിന്നെ വേറെ രീതിയിൽ നമുക്ക് എഴുതാലോ. -100 / 25. -100 / 25 എന്ത് തന്നെയാ വന്നത്? -4 തന്നെയാ വന്നത്. ഇനി അടുത്ത സെഷൻ ഇതുപോലെ തന്നെ -100 / -4. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -4ന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് -100 കിട്ടും. അപ്പൊ ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്. ഇനി ഒരു നെഗറ്റീവും കൂടി വന്നു കഴിഞ്ഞാൽ അത് +100 എന്നാവും. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ 25 എന്ന് എഴുതാം. അപ്പം 4ന്റെ കൂടെ 25 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് -100 കിട്ടണം. അപ്പൊ രണ്ടിടത്തും നെഗറ്റീവ് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ 2 നെഗറ്റീവും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ആൻസർ എത്രയാന്ന് കിട്ടും? 25 കിട്ടും.
അതുപോലെ തന്നെ -25ന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 50 കിട്ടണത്? -2. അപ്പൊ 25 × 2 എന്ന് പറയുന്നത് 50 ആണെന്ന് അറിയാം. +50 കിട്ടണേ ഇപ്പൊ -25 തന്നിട്ടുണ്ട്. അപ്പൊ ഈ നമ്പർ ഏതാന്ന് ചോദിക്കുമ്പോൾ അത് ഏതായിരിക്കും തന്നെ? -2 ആയിരിക്കും തന്നെ. എന്നാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 50 കിട്ടുള്ളൂ. അതിന് നമുക്ക് വേറെ രീതിയിൽ എഴുതി എങ്ങനെ എഴുതാം? 50നെ -25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? -2 കിട്ടും. നമ്മൾ സാധാ പറയുന്ന മാതിരി തന്നെ 50നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 2 കിട്ടും. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ അവരൊരു റൂളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ റൂള് നന്നായിട്ട് പഠിക്കാം. ഏത് രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എയും ബിയും എടുക്കുവാണ്, ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഡിവൈഡഡ് ബൈ -b എന്ന് പറയുന്നത് മൈനസിനെ പുറത്തെടുത്തിട്ട് എയും ബിയും കൂടി ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ -a/b എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും വരുന്നത്? മൈനസിനെ പുറത്തെടുത്തിട്ട് a/b എഴുതുന്നതായിരിക്കും. -a ഡിവൈഡഡ് ബൈ -b എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടിലെയും നെഗറ്റീവ് അങ്ങ് കട്ട് ചെയ്തു പോകും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? a ഡിവൈഡഡ് ബൈ b എന്ന് പറയുന്ന പോസിറ്റീവ് ആൻസർ കിട്ടും. അങ്ങനെ ഇതങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാതെ നമുക്ക് സാധാ റൂള് തന്നെ വരുന്നത്. ഒരു നെഗറ്റീവ് സൈൻ ഉള്ളെങ്കിൽ ആൻസറിനും നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. സെയിം സൈനാണ് വരുന്നെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പം +10/+5 10/5 എന്ന് പറയുമ്പോൾ നമുക്ക് 2 കിട്ടും. അതുപോലെ തന്നെ -10/-5 ചെയ്യുമ്പോഴും 2 തന്നെയാണ്. പക്ഷെ -10/5 അല്ലെങ്കിൽ 10/-5 ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? ആൻസർ -2 ആയിരിക്കും വരുന്നത്. ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും വരും. അതോ ഇനി ഇതിൻ്റെ അകത്ത് വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. 14 × -50. ഇവിടെ ഒരു നെഗറ്റീവ് അല്ലേ ഉള്ളൂ, ഒരു നെഗറ്റീവ് ഉള്ളൂ. ഇപ്പൊ ആൻസറിലും നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 14 × 50 എന്ന് പറയുമ്പോൾ 210. അപ്പൊ ആൻസർ വരുന്നത് -210. ഇവിടെ സെയിം സൈൻ ആണ്. അപ്പൊ ഈ സെയിം സൈൻ എന്താവും? പ്ലസ് ആയിട്ട് മാറും. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? 16 × 5 കണ്ടുപിടിച്ച് വെച്ചാൽ മതി. 16 × 5 80. ഇവിടെ ഡിവിഷൻ ആണ് വരുന്നത്, ഓപ്പോസിറ്റ് സൈൻ ആണ് വരുന്നത്. ഓപ്പോസിറ്റ് സൈൻ ആവുമ്പോൾ അവിടെ നെഗറ്റീവ് ആയിരിക്കും വന്നത്. ഇനി 36 ഡിവൈഡഡ് ബൈ 80 നോക്കുക. 36 ഡിവൈഡഡ് ബൈ 80 എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ -2. അതുപോലെ തന്നെ ഇവിടെയും രണ്ടും നെഗറ്റീവ് സൈൻ ആണ് വരുന്നത്. നമ്മൾ അത് എന്താക്കുക? ഓപ്പോസിറ്റ് സൈൻ അല്ല, സെയിം സൈൻ ആണ്, രണ്ടും നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 46ഉം 23യും ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടും? +2 കിട്ടും. എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ ആവുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും, അല്ലാത്തപ്പോൾ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാം സെയിം ആൻസർ തന്നെയായിരിക്കും വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ ഫ്രീസിംഗ് പ്രോസസ് റിക്വയർസ് ദാറ്റ് ദ റൂം ടെമ്പറേച്ചർ ഹി ലോവേർഡ് ഫ്രം 32 ഡിഗ്രി സെൽഷ്യസ് അറ്റ് ദ റേറ്റ് ഓഫ് 50 ഡിഗ്രി സെൽഷ്യസ് എവറി അവർ. 1 അവറിൽ എന്ത് ചെയ്യും? ഇത് 5 ഡിഗ്രി സെൽഷ്യസ് കുറയും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? 32 ഡിഗ്രി സെൽഷ്യസിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റൂം ടെമ്പറേച്ചർ 10 hours ആഫ്റ്റർ ദ പ്രോസസ് ബിഗിൻ? ഈ പ്രോസസ്സ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കൂർ കഴിയുമ്പോൾ എത്രയായിരിക്കും അതിന്റെ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് 1 അവറിൽ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? 5 ഡിഗ്രി സെൽഷ്യസ് കുറയുകയാണ് ചെയ്യണത്. 1 അവറിൽ 5 ഡിഗ്രി സെൽഷ്യസ് കുറയുമ്പോൾ 10 അവറിൽ എത്രയായിരിക്കും വരുന്നത്? 10 അവർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 10 × -5. 10 × -5 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? -50 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? 32 ഡിഗ്രി സെൽഷ്യസിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ 32 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് -50 ചെയ്യും. ഇപ്പോൾ 50 32 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. -18 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ എത്രയായിരിക്കും? -18 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുക, ഓരോ 1 അവറിലും ഇത് എത്രയാണ്? 5 ഡിഗ്രി സെൽഷ്യസ് കുറയും. അപ്പൊ ടോട്ടൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ 10 മണിക്കൂർ കഴിയുമ്പോൾ എത്രയായിരിക്കും? 50 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ നെഗറ്റീവ് വരാനുള്ള കാരണം, ഇത് കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഓരോ ഇതിലും കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് ആൻസർ വരുമ്പോൾ എത്ര വരും? -18 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞായിരിക്കും വന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A cement company earns a profit of ₹8 per bag of white cement. വൈറ്റ് സിമെന്റ് സോൾഡ് ചെയ്യുമ്പോൾ, വിറ്റ് കഴിയുമ്പോൾ ഒരു ബാഗിന് അവർക്ക് ₹8 എന്ത് ചെയ്യും? അവർക്ക് ലാഭം കിട്ടും. ഇനി ഓരോ ഗ്രേ കളർ സിമെന്റ് ചെയ്യുമ്പോഴും അതിന്റെ ലോസ് ഓഫ് ₹5 പെർ ബാഗ് ഓഫ് ഗ്രേ കളർ സോൾഡ്. ഓരോ ഗ്രേ കളർ ബാഗ് സോൾഡ് ചെയ്യുമ്പോഴും അവർക്ക് എന്താ സംഭവിക്കുന്നത്? ₹5 നഷ്ടമാണ് വരുന്നത്. ₹5 നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? -5 എടുക്കുക. ലാഭം കിട്ടുമ്പോൾ +5ഉം +8ഉം, നഷ്ടം വരുമ്പോൾ എന്തെന്ന് എടുക്കുക? -5 എന്ന് എടുക്കുക. റെപ്രസെന്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ആസ് ഇൻറ്റീജേഴ്സ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ കമ്പനി സെൽസ് 3000 bags ഓഫ് സിമെന്റ്. 3000 ബാഗ് വൈറ്റ് സിമെന്റ് വിൽക്കുന്നു. അതുപോലെ തന്നെ 5000 ബാഗും ഗ്രേ സിമെന്റും ഒരു മാസം വിൽക്കുന്നുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് പ്രോഫിറ്റ് ഓർ ലോസ്? അവർക്ക് ലോസ് ആണോ, പ്രോഫിറ്റ് നഷ്ടമാണോ, ലാഭമാണോ കിട്ടണം? അപ്പോൾ ഒരു വൈറ്റ് സിമെന്റിന് +8. അപ്പൊ 3000 വൈറ്റ് സിമെന്റിന് എത്രയായിരിക്കും തന്നെ? 3000 വൈറ്റ് സിമെന്റ് എന്ന് പറയുമ്പോൾ 8 × 3000 അല്ലെങ്കിൽ 3000 × 8. അപ്പൊ എത്ര കിട്ടി? ₹24,000. ഇതെന്താണ് വരുന്നത്? +24,000 ആണ് അവർക്ക് കിട്ടുന്നത്. ഒരു ഗ്രേ സിമെന്റ് വിൽക്കുമ്പോൾ അവർക്ക് ₹5 നഷ്ടമാണ് വരുന്നത്. ഇവിടെ എത്രയാ സിമെന്റ് വിൽക്കണേ? 5000 ഗ്രേ സിമെന്റാ വിൽക്കണേ. അപ്പൊ അവർക്ക് എന്തായാലും നഷ്ടേ വരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? -5 × എത്ര ചെയ്യാം? 5000 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ആൻസർ കിട്ടുന്നത് -25,000 ആണ് വരുന്നത്. ഇനി ഇവര് രണ്ടുപേരും മാസാവസാനം ഇതെല്ലാം കൂടി ആഡ് ചെയ്യുകയല്ലേ ചെയ്യണ്ടേ? അപ്പൊ 24,000ഉം അതുപോലെ തന്നെ -25,000 കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -1000 കിട്ടും. -1000 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? നഷ്ടമാണ് വരുന്നത്. ഒരു വൈറ്റ് സിമെന്റ് വിൽക്കുമ്പോൾ ₹8ഉം ഒരു ഗ്രേ സിമെന്റ് വിൽക്കുമ്പോൾ നഷ്ടമാണ് ₹5. അപ്പം 3000 ബാഗ് വിൽക്കുമ്പോൾ 24,000ഉം 5000 വൈറ്റ് അല്ല ഗ്രേ സിമെന്റ് വിൽക്കുമ്പോൾ 25,000ഉം ആണ് വരുന്നത്. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ആണ് അവർക്ക് കൂടുതൽ വന്നിരിക്കുന്നത്. എത്ര രൂപയാണ് ലോസ് വന്നിരിക്കുന്നത്? 1000 രൂപയാണ് ലോസ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തയില് if the number of grey cement sold is 6,400 bag. ഗ്രേ സിമെന്റ് 6,400 ആണ്. അങ്ങനെയാണെങ്കിൽ what is the number of bags of white cement the company must sell to have neither profit nor loss? ലാഭം ഉണ്ടാവരുത്, നഷ്ടം ഉണ്ടാവരുത്. അങ്ങനെ എത്ര ബാഗ് വൈറ്റ് സിമെന്റ് വിറ്റാലാണ് അവർക്ക് നഷ്ടവും ലാഭവും ഇല്ലാത്ത വരുന്നത്? അപ്പൊ ഗ്രേ സിമെന്റ് 6400 വിൽക്കുന്നുണ്ട്. അതിന്റെ നഷ്ടം എത്രയാണെന്ന് നമുക്കറിയാം? -5 ആണ്. വൈറ്റ് സിമെന്റ് എന്തോരം വിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതിന് നമുക്ക് എഡ്സ് ആയിട്ട് എടുക്കാലോ. അതിന്റെ ലാഭം എത്രയാണ്? ₹8 കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 0 കിട്ടണം. നമുക്ക് ലാഭമില്ല നഷ്ടമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് രണ്ടും കൂടി ഈക്വൽ ആക്കി ചെയ്ത് നോക്കാം. ലാഭമില്ല നഷ്ടമില്ല. അപ്പൊ രണ്ടും ഒരുപോലെ ആയിട്ട് കിട്ടണം. അപ്പൊ x × 8 എന്ന് പറഞ്ഞ് എഴുതാം. രണ്ടിനും ലാഭമില്ലല്ലോ നഷ്ടമില്ല. അപ്പൊ 6,400 × -5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 64 × 5. 5 6 20 30 32. അപ്പം 320 പിന്നെ 2 0 കൂടി. അപ്പൊ 32,000 ആണ് കിട്ടുന്നത്. h ടൈംസ് 8. എത്ര വൈറ്റ് സിമെന്റ് ആണെന്ന് അറിയില്ല. വൈറ്റ് സിമെന്റിന് നമ്മൾ h ആയിട്ട് എടുക്കാം. × 8 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? /8 ആയിട്ട് മാറും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? എക്സ് എന്ന് പറയുന്നത് -4,000. അപ്പം 4000 ബാഗ് വൈറ്റ് ബാഗ് ഉണ്ടായാൽ മാത്രമാണ് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് എന്താവുള്ളൂ? 0 ആവുള്ളൂ. ലാഭമില്ല നഷ്ടവും ഇല്ലാതാവുള്ളൂ. കണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുക, ഈക്വൽ ടുവിന് പകരം നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 0 കിട്ടണം. ലാഭമില്ല നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് ആൻസർ കിട്ടണം. അപ്പം ഇതിപ്പോ നെഗറ്റീവ് ഇല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രേ സിമെന്റും വൈറ്റ് സിമെന്റും വിറ്റ് ചെയ്യുമ്പോൾ ലാഭമില്ല നഷ്ടമില്ല.
അപ്പൊ ഗ്രേ സിമെന്റിന്റെ എണ്ണവും വൈറ്റ് സിമെന്റിന്റെ എണ്ണവും ചെയ്യുമ്പോൾ ടോട്ടൽ 0 കിട്ടും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി പ്ലസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പൊ മൈനസ് എക്സ് ഇൻറ്റു 8 എന്നാവും. അതിൽ മൈനസ് എക്സ് അവിടെ കിടക്കും. 8 ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 4000 എന്ന് കിട്ടും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 4000 എന്ന് എഴുതും. അപ്പം 4000 വൈറ്റ് ബാഗ് വിറ്റാൽ മാത്രമാണ് ഒരു ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത രീതിയിൽ അവർക്ക് പോകാൻ പറ്റുള്ളൂ. എണ്ണ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. അപ്പൊ എണ്ണത്തിൽ നെഗറ്റീവ് വന്നില്ലല്ലോ. അപ്പൊ അത് 4000 ആയിട്ട് തന്നെ എടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റീപ്ലേസ് ദ ബ്ലാങ്ക് വിത്ത് ആൻ ഇൻഡിജർ ടു മേക്ക് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ. ഇതിൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആക്കാൻ പാകത്തിന് നമ്മൾ ഇതിനെ മാറ്റാം. -3യുടെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 27 കിട്ടുന്നത്. അപ്പം 27 എന്ന് പറയുന്നത് പോസിറ്റീവാ വന്നേക്കണത്. അപ്പൊ ഇവിടെ എന്തായാലും നെഗറ്റീവ് തന്നെ വന്നേ പറ്റുള്ളൂ. അപ്പൊ ഏതാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 9 അല്ലേ? ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 27 കിട്ടണേ? 9. -3 × -9 ആണ് 27. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബ്ലാങ്കിന് പകരം നമ്മൾ എക്സ് ചെയ്ത്, അപ്പൊ എക്സ് എന്ന് പറയുന്നത് 27 ഡിവൈഡഡ് ബൈ -3 എന്ന് കിട്ടും. 27നെയും 3നെയും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. -9. 5ന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 35 കിട്ടണേ? 7. പക്ഷെ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ആൻസർ എന്ത് വരും? -7 വരും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കാം? 5 × x -35. അപ്പൊ എക്സിനെ ഇവിടെ നിർത്തുക. ഇൻറ്റു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. മൈനസ് പുറത്തേക്ക് എടുക്കുക. 35/5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താന്ന് കിട്ടും? -7 ആന്ന് പറഞ്ഞു കിട്ടും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഏതിന്റെ കൂടെ -8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് -56 കിട്ടുന്നത്? ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇനി എന്ത് മതി? ഒരു പോസിറ്റീവ് സൈൻ നമുക്ക് മതി. അപ്പൊ 7ന്റെ കൂടെ -8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? -56 കിട്ടുന്നത്. അടുത്തത് എക്സിന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 132 കിട്ടുന്നത്? അപ്പൊ ഇൻറ്റു 100 ഇൻറ്റു -12നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ 132 ഡിവൈഡഡ് ബൈ -12, നെഗറ്റീവിനെ പുറത്തെടുക്കുമ്പോൾ 132/12 എന്ന് കിട്ടും. അപ്പൊ ആൻസർ -11. അടുത്ത ക്വസ്റ്റ്യൻ വന്നത് എക്സ് ഡിവൈഡഡ് ബൈ -8 ഈസ് ഈക്വൽ ടു 7. ഏത് നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 7 കിട്ടുന്നത്? അപ്പം ഈ ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു -8. അപ്പൊ ആൻസർ രണ്ടും ഇവിടെ കിട്ടണമെങ്കിൽ ഇത് എന്തായിരിക്കണം? നെഗറ്റീവ് നമ്പർ തന്നെ ആയിരിക്കണം. അപ്പൊ -56. എക്സ് എന്ന് പറയുന്നത് -56. അടുത്തത് എക്സിന്റെ കൂടെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് -11 കിട്ടണം. ഏതോ ഒരു നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -11 കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ -11നെയും 12നെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? -132 കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടും? -132 ആണ്. അപ്പൊ എക്സ് -132 ആയിട്ട് വരും. ഇതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിൽ ഇത്രയും പോർഷൻസ് ആണ് ഉള്ളത്. ഗ്രേഡ് 6 മുതൽ 10 വരെയുള്ള പുതിയ 9th ഒക്കെ സിലബസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത പോർഷൻ എടുക്കാം. ഇതിന്റെ വീഡിയോയുടെ ബാക്കി എടുക്കാം. അപ്പൊ എല്ലാവരും അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത പോർഷൻ വരുന്നത് എക്സ്പ്രഷൻസ് യൂസിങ് ഇൻഡിജേഴ്സ് എന്നുള്ളതാണ്. What is the value of the expression 5 into -3 into 4? Does it matter whether we multiply 5 into -3, then multiply the product with 4? Or if we multiply -3 and 4 first and then multiply the product with 5? എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ആദ്യം നമ്മൾ 5ഉം 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5ഉം -3യും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് -15 കിട്ടും. ഈ -15 നമ്മൾ പിന്നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -60 കിട്ടും. അല്ലാതെ ഇനി ആദ്യമേ ഞാൻ -3യും -4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. -3യും -4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം? 5ഉം -12ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? -60 കിട്ടും. രണ്ടിലും സെയിം ആൻസർ തന്നെയല്ലേ വന്നേക്കണേ.
എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും വരുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ? ഇതിന്റെ വാല്യൂ എത്ര തന്നെയായിരിക്കും വരുന്നത്? -60 തന്നെയായിരിക്കും വരുന്നത്. ഇത് എന്തെങ്കിലും മാറ്റർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരു വ്യത്യാസം വരുന്നില്ല. രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ് വരുന്നത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഇന്റിജേഴ്സിന്റെ കേസിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇക്വേഷൻ ആണ് വരുന്നത് a ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആണ്? a ഇൻറ്റു ബി ഇൻറ്റു സി. ആദ്യം എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുന്നതും രണ്ടാമത് ബിയും സിയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എയും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും എന്ത് തന്നെയായിരിക്കും വരുന്നത്? സെയിം തന്നെയായിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട് ടേക്ക് എ ഫ്യൂ മോർ എക്സാമ്പിൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3 ഇന്റിജേഴ്സ് ആൻഡ് ചെക്ക് ദിസ് പ്രോപ്പർട്ടി. വാട്ട് ഡു യു ഒബ്സർവ്? ഇതിന്റെ വേറെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. 2 ഇൻറ്റു -3 ഇൻറ്റു -1. അപ്പൊ ആദ്യം ഞാൻ 2ഉം 3ഉം എടുക്കുക. ആദ്യം 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? -6 ഇൻറ്റു -1 എന്ന് വരും. അതെന്ത് തന്നെയാണ്? +6 തന്നെയാണ്. അടുത്തത് ഞാൻ -3ഉം -1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു -1 ഇൻറ്റു -1 എന്ന് പറയും. 3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ 3. അതും എന്ത് തന്നെയാണ് വരുന്നത്? 6 തന്നെയാണ് വരുന്നത്. ഇവിടെയും വാട്ട് ഡു യു ഒബ്സർവ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ആൻസർ സെയിം തന്നെയാണ് വരുന്നത്. We can see that the product is same when we group the multiplication in these two ways. ഏത് വേ ചെയ്താലും നമുക്ക് ആൻസർ കറക്റ്റ് തന്നെയാണ് വരുന്നത്. സോ ദ ഇന്റിജർ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും വരുന്നത്? അസോസിയേറ്റീവ് ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് ദ ഇന്റിജർ അഡീഷൻ. അഡീഷൻ പോലെ തന്നെ a+b+c എന്ന് പറയുന്നത് അഡീഷൻ പോലെ തന്നെ ഇത് എന്താണ്? ഇന്റിജർ മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. Are there order in which 5 times minus 3 times 4 can be evaluated? Will the product be the same in all cases? എല്ലാ കേസിലും ആൻസർ സെയിം തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് മൾട്ടിപ്ലൈ ദ എക്സ്പ്രഷൻ 25 times minus 6 times 12 in all the different orders and check if the product is same in all cases. എല്ലാ കേസസിലും ഈ പ്രോഡക്റ്റ് സെയിം ആണോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയത്തെ ഇതിലെല്ലാം ഇത് സെയിം ആണ്. അപ്പം നോക്കാം നമുക്ക്. 25 ടൈംസ് മൈനസ് 6 ടൈംസ് 12. ഇതിൽ 3 പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? 25ഉം -6ഉം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് 12ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നത്തെ പോസിബിലിറ്റി എന്നാണ്? 25നെ മാറ്റി നിർത്തിയിട്ട് -6ഉം 12ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 25ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഒരു പോസിബിലിറ്റീസ് ഉള്ളത് 25ഉം 12ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ -6നെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 പോസിബിലിറ്റീസ് ആണ് വരുന്നത്. ഇതിന്റെ ഓരോന്നിന്റെ ആൻസർ നോക്കാം. ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എന്ത് തന്നെ കിട്ടുള്ളൂ? നെഗറ്റീവ് നമ്പർ തന്നെ കിട്ടുള്ളൂ. അപ്പൊ 25 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ നമുക്ക് -150 കിട്ടും. -150 ഇൻറ്റു 12 ചെയ്യാം. 150 ഇൻറ്റു 12 എന്ന് പറയുന്നത് 1800 ആണ്. നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ആൻസർ 1800. അടുത്ത പോസിബിലിറ്റിയിൽ 6ഉം 12ഉം ആണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 6 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 72. അപ്പം -72 നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക? 25ഉം 72ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യും. 25 ഇൻറ്റു 72 എന്ന് പറയുമ്പോഴും ആൻസർ എത്ര തന്നെയാണ് വന്നത്? -1800 തന്നെയാണ് വന്നത്. അടുത്തത് ചോദിച്ചിരിക്കുന്നത് നമ്മൾ 25ഉം 12ഉം ബ്രാക്കറ്റ് ഇട്ടേക്കണ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. 25 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 300 കിട്ടും. 300നെ -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? -1800 തന്നെ കിട്ടും. എവിടെയും വ്യത്യാസമൊന്നുമില്ല. മൂന്നിന്റെയും ആൻസർ സെയിം തന്നെയായിരിക്കും വരുന്നത്. ചെക്ക് ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് സെയിം ഇൻ ഓൾ കേസസ്. എല്ലാ കേസസിലും ആൻസർ സെയിം തന്നെയാണ് വരുന്നത്. പ്രോഡക്റ്റ് റിമെയിൻ ദ സെയിം വെൻ 3 or more numbers are multiplied in any order. ഏത് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്താലും ഇതിന്റെ ആൻസേഴ്സ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും വരുന്നത്. പിന്നെ വേറൊരു ഇത് വരുന്നത് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാന്നിരിക്കട്ടെ. -1ഉം -1ഉം ആൻസർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായിരിക്കും തന്നെ? +1. ഇനി -1 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും വന്നത്? -1 ആയിരിക്കും വന്നത്. അപ്പം അതിന്റെ കുറച്ച് ഇത് നോക്കാനുണ്ട്. അപ്പം -1/n n ഈവൻ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇഫ് n ഈസ് ഈവൻ. -1/n if n is odd. n odd ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതിന്റെ വീഡിയോ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പം ആദ്യത്തെ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ആ ടോക്കണാണ്. ഗ്രേഡ് 6ന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പം എല്ലാവരും ഒന്നുകൂടെ മനസ്സിലാവാത്ത പോർഷൻസ് ഒന്നുകൂടെ വീഡിയോ കണ്ടു.